ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പടവലം കൃഷിയെ പറ്റിയാണ്. പടവലത്തിൻ്റെ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം വിത്തുകൾ നോക്കി തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നടാനായിട്ട് നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് വിത്തുകൾ വാങ്ങാൻ കിട്ടുന്നില്ല എങ്കിൽ നഴ്സറികളിൽ നിന്നും നല്ല ഇനം തൈകൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയും നമുക്ക് നട്ടുകൊടുക്കാം. വിത്തുകളായാലും തൈകളായാലും നടുന്നതിന് മുമ്പേ മണ്ണ് ഒരുക്കി വെക്കണം. കുമ്മായമിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് ഒരു 12 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് വളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം മിക്സാക്കി വെച്ചതാണിത്. ഇതിൻ്റെ 3/4 ഭാഗത്തോളം ഈ ഗ്രോ ബാഗിൽ ഉണങ്ങിയ കരിയില നിറച്ചതിന് ശേഷമാണ് ഈ പൊട്ടി മിക്സൊക്കെ നിറച്ച് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിതിലോട്ട് ഇതുപോലെ വിത്തും നേരിട്ട് പാകി കൊടുക്കുക. അല്ലെങ്കിൽ തൈകളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും നട്ടു കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ നട്ടു കൊടുക്കാറ്. എന്നിട്ട് ആ വിത്ത് മൂടുന്ന രീതിയിൽ മണ്ണ് അതിലോട്ടൊക്കെ നീക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ മുളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ മണ്ണൊക്കെ ഒരുക്കി വെച്ചാൽ നമുക്ക് വേഗം തൈകളൊക്കെ നട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നട്ട് പാകി കിളിർപ്പിച്ച തൈകളാണ് ഇതൊക്കെ. 3-4 ഗ്രോ ബാഗിലായിട്ട് ഞാനിവിടെ പടവലം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വിത്തുകൾ പാകി കിളിർപ്പിച്ചതാണ്. അതുപോലെ തന്നെ തൈകൾ വാങ്ങിയും നട്ടത് ഇവിടെയുണ്ട്. അതും ഞാൻ കാണിക്കാം. നല്ല രീതിയിൽ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ തൈകളൊക്കെ നട്ടുകൊടുത്തത്. നട്ടുകൊടുത്ത് ഒരു 10 ദിവസത്തിന് ശേഷം ചെറിയ രീതിയിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഇതിന് വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പടവലൊക്കെ ഇപ്പോൾ പന്തലിലോട്ട് കയറി തുടങ്ങിയൊരു സമയത്ത് നമുക്ക് ഇതിന് വളം കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചാരവും ചാണകപ്പൊടിയും കുറച്ച് സൂപ്പർ മീലും ചേർത്ത് മിക്സ് ചെയ്ത വളക്കൂട്ടാണ്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ ചുവടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. എങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം അത് പെട്ടെന്ന് വേര് വലിച്ചെടുത്തോളും. നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ ഇതൊക്കെ. നമ്മളിതിൽ കൂടുതലും ഉണങ്ങിയ കരിയില നിറച്ചിട്ടാണ് ഈ പൊട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തത്. അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ്. അപ്പോൾ അതാ ഒരു 2-3 കോരി നമുക്കിതിലോട്ട് ഈ വളക്കൂട്ട് ഇട്ട് കൊടുക്കാം. ചാരമൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടിലോട് ചേർന്ന് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ കുറച്ച് ദൂരെയായിട്ട് വേണം ഈ വളക്കൂട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ വളങ്ങളൊക്കെ മൂടുന്ന രീതിയിൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒക്കെ ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെടി വളർന്ന് അതിൽ നിറയെ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും എന്തെങ്കിലും ജൈവവളം ഇട്ട് കൊടുക്കണം. ഓരോ 10 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ജൈവവളം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ചെടി നന്നായിട്ട് വളരുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഈ താഴ്ഭാഗത്തു നിന്നൊക്കെ ചെറിയ ചെറിയ ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മുകളിലോട്ട് പോകുന്ന വള്ളികളൊക്കെ നല്ല കരുത്തോടെ വളർന്നു വരും. പിന്നെ നമുക്ക് അത്യാവശ്യമായി വേണ്ടത് പന്തലാണ്. നമ്മൾ പടർന്നു കയറുന്ന ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ പന്തൽ കെട്ടിക്കൊടുത്താൽ നല്ല ഭംഗിയായി അവർ വളർന്നോളും. അപ്പോൾ നല്ല ചൂടിക്കയറോ പ്ലാസ്റ്റിക് കയറോ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ പന്തലൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ട് ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അതാ പടവലൊക്കെ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. കായ്ച്ചയുടെ ശല്യം കാരണം അപ്പോൾ ഞാനിതൊക്കെ കവറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണം. ഈ പടവലത്തിൻ്റെ ഇലയുടെ അടിയിലായിട്ട് പച്ച പുഴുക്കളെ കാണാം. ഈ പുഴുക്കളുടെ ശല്യത്തിന് ബിവേറിയ എന്ന് പറയുന്ന ജൈവ കീടനാശിനി വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേര സമയങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും മാറി മാറി തളിച്ചു കൊടുക്കുക. ബിവേറിയയും വേപ്പെണ്ണയും മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുവിധ കീടങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാം. അപ്പോൾ ഇത് കണ്ട ഈ ഒരു വള്ളിയിൽ തന്നെ ഒരുപാട് കായ്കൾ ഉണ്ടാകുന്നുണ്ട്. പടവലത്തിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും, പക്ഷേ എല്ലാം കായാവുകയില്ല.
രോഗങ്ങൾ വരാനായിട്ട് നിൽക്കരുത്. രോഗങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിലൊരു ദിവസം ബിവേറിയയും മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുത്താൽ നീരൂറ്റി കുടിക്കുന്ന മറ്റു ജീവികളൊക്കെ വരാതെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു പന്തലിൽ തന്നെ നമ്മുടെ പാവലിൻ്റെ വള്ളിയും പടർന്ന് കയറിയിട്ടുണ്ട്. അതിലും കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മൾ വളങ്ങളും കീടനിയന്ത്രണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കായ ആകുന്ന സമയത്ത് ചെറിയൊരു കല്ലൊക്കെ നമ്മൾ കെട്ടി ഇതുപോലെ കൊടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നീളം വെക്കുന്നതാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറിയും ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ആവുന്നതാണ്. ഞാനിവിടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി എല്ലാ പച്ചക്കറി ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതിലൊക്കെ ഇപ്പോൾ നിറയെ പൂക്കളും കായ്കളൊക്കെ ആയിട്ടുണ്ട്. പടവലത്തിനായാലും പാവലിനായാലും ഒക്കെ നമ്മൾ ഓരോ 10 ദിവസം കൂടുമ്പോൾ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ജൈവവളങ്ങൾ മാറി മാറി ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ മണ്ണിര കമ്പോസ്റ്റ് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.